ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ ഡീസൽ ഒരു എർട്ടിഗയാണ് വണ്ടി. വണ്ടിയുടെ നമ്മൾ ഓയിലും ഫിൽറ്ററൊക്കെ മാറി അപ്പോൾ കൂടെ 1,00,000 സർവീസ് ചെയ്യാനാണ്. അപ്പോൾ 1,00,000 സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡും അതിൻ്റെ ഈ EGR വാൽവൊക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വണ്ടിക്ക് നല്ല വലിയ ഉണ്ടാവും. ഇപ്പോൾ ചേട്ടൻ നല്ല പുകയായിരിക്കും വണ്ടി കാല് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ പുകയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിനകത്തൊരു വാൽവൊക്കെ ഉണ്ട്. ആ സാധനം അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ നല്ല പുള്ളിങ്ങൊക്കെ ആയിരിക്കും, നല്ല പവറായിരിക്കും വണ്ടിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ടൈമിംഗ് ചെയ്ത് 1,00,000 സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂടെ നമ്മളതിൻ്റെ ചെയിനൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ചെയിൻ മാറേണ്ട 1,00,000 കിലോമീറ്ററിലാണ് മാറേണ്ടത്. അപ്പോൾ ആ കൂടെ തന്നെ ഇൻലെറ്റൊക്കെ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ ഇൻലെറ്റ് അഴിച്ചിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അത് അഴിച്ചെടുത്തപ്പോൾ അതിനകത്ത് കാണുന്ന ഭയങ്കര കരി. ഈ ഓയിലൊന്നും കൃത്യമായിട്ട് മാറാതെയും ഇങ്ങനെ കൊണ്ടുനടന്ന് സർവീസ് ചെയ്യാതെ കൊണ്ടുനടന്നിട്ടാണ് ഈ മാതിരി കരിയൊക്കെ കയറി ഇങ്ങനെ ബ്ലോക്കായിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ വാഹനം ഏതാണെങ്കിലോ നല്ല രീതിയിൽ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ സർവീസ് ചെയ്ത് ഓയിലൊക്കെ കൃത്യമായിട്ട് മാറ്റുവാണെങ്കിൽ ഇതുപോലെ കരിയും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല. ഇതിപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് വാൽവ് ഊരിയെടുക്കുമ്പോൾ ഉണ്ടോ അതിനകത്തുള്ള ഹോളുകളൊന്നും നമുക്ക് കാണാൻ പോലും മേല. അതിനകത്ത് ഒരുപാട് ഹോളൊക്കെ ഉണ്ട്. അതൊക്കെ കാർബൺ പിടിച്ച് ആകെ നാശമായി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും ഇനി ഇത് പെട്രോളൊക്കെ വെച്ച് ഡീസലും പെട്രോളൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചിത് കയറ്റാനായിട്ട്. അപ്പോൾ ഇതുപോലെ വാഹനത്തിൽ ഓയിലൊന്നും കറക്റ്റും സർവീസിങ് അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും കരി പിടിച്ചേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാറ്റി ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ കയറ്റുമ്പോൾ അതിന് ഇൻലെറ്റ് മാനിഫോൾഡേ കാണാം. അതിൻ്റെ അകത്തുണ്ടോ കരി ഉണ്ടോ, അതിനകത്തുള്ള ഹോളുകളൊന്നും നമുക്ക് കാണാൻ പോലും മേലാത്ത രീതിയിൽ കാർബൺ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാർബൺ പിടിച്ചാണ് ഇത് ഓയിലൊന്നും സർവീസ് കറക്റ്റ് അല്ലാണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ ഓയിൽ ഡീസലായാലും പെട്രോളായാലും കൃത്യമായിട്ട് മാറുക. പിന്നെ അതിൻ്റെ EGR വാൽവ് ഉണ്ട്. EGR വാൽവ് അതുപോലെ തന്നെ ഇത് സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 1,00,000 സർവീസിൽ തന്നെ EGR വാൽവൊക്കെ അഴിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഹോളുണ്ട്. ആ ചെറിയ ഹോളുകളുടെ ഉള്ളിലൊക്കെ. അപ്പോൾ അതെല്ലാം കാർബൺ പിടിച്ച് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി. പിന്നെ അതിനകത്തൊരു വാൽവുണ്ട്, EGR വാൽവ് എന്ന് പറഞ്ഞ കണക്ഷൻ, ഒരു പ്ലസും മൈനസും ചെന്ന് അത് ഓപ്പൺ ആവേണ്ട ഒരു വാൽവുണ്ട്. ആ വാൽവൊക്കെ അഴിച്ച് നമ്മൾ സർവീസ് ചെയ്യാം. അതൊക്കെ ഇതുപോലെ ഇത്തരം കിലോമീറ്ററിൽ വരുമ്പോൾ അത് സർവീസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിന് മൈലേജും കാര്യങ്ങളും, നമുക്ക് വണ്ടി നല്ല പിക്കപ്പൊക്കെ ആയിരിക്കും. വണ്ടിക്ക് വലിയ കുറവൊന്നും വരില്ല. മറ്റേ ഈ വലിയ കുറവ് വരുമ്പോൾ ക്ലച്ചൊക്കെ തീരാൻ സാധ്യത കുറവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1,00,000 കിലോമീറ്ററിൽ നമ്മൾ ഇതൊക്കെ അഴിച്ച് സർവീസ് ചെയ്യണത്.